പൂയംകുട്ടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ബിജുവിനായി ഐഷാസ് ഗ്രൂപ്പിന്റെ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി. ഈ ഗ്രൂപ്പിന്റെ ബസ്സുകളിലെ ജീവനക്കാരനായിരുന്നു ബിജു. കഴിഞ്ഞ മെയ് മാസം 25-ന് മണികണ്ഠഞ്ചാൽ ചപ്പാത്തിൽ വച്ച് ഒഴുക്കിൽപ്പെട്ടാണ് മണികണ്ഠഞ്ചാൽ സ്വദേശി ബിജു മരിച്ചത്. ബിജു ജോലി ചെയ്തിരുന്ന ഐഷാസ് ഗ്രൂപ്പിന്റെ ബസ്സുകളുടെ ചൊവ്വാഴ്ചത്തെ ഓട്ടം ബിജുവിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനുള്ള ഫണ്ട് സമാഹരിക്കുന്നതിനായിരുന്നു. കാരുണ്യ സർവീസിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിട്ടുള്ള ബിജു നഷ്ടപ്പെടുമ്പോൾ നമുക്കറിയാം, പകരം എന്ത് കൊടുത്താലും, എത്ര തന്നെ സാമ്പത്തികം കൊടുത്താലും ഒരു മനുഷ്യജീവന് പകരമാകില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും അദ്ദേഹത്തെ സഹായിക്കേണ്ടത് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി ഇതുപോലുള്ള അപകടങ്ങളിൽപ്പെടുന്ന ആളുകൾക്ക് ആ കുടുംബത്തിന് ലഭിക്കേണ്ട സഹായം തീർച്ചയായിട്ടും അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്ക് ആ കുടുംബത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത് നൽകാൻ കഴിയുകയില്ല. ഞാൻ സൂചിപ്പിച്ചു, രോഗിയായ അമ്മയും ഭാര്യയും 2 മക്കളുമാണ് ബിജുവിന്. മക്കളും അടങ്ങുന്നതാണ് ബിജുവിൻ്റെ കുടുംബം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബിജു ഏതാണ്ട് 6 വർഷക്കാലമായി ജോലി ചെയ്യുന്ന ഐഷാസ് ബസ്സിലെ അതിൻ്റെ ഉടമകൾ അത് അവിടെ ഈ സംസ്കാര ചടങ്ങിന് ശേഷം തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിക്കുകയും അത് നല്ല ഒരു നമ്മൾ കാലാവസ്ഥയൊക്കെ വലിയ കാലവർഷം ശക്തമായിരുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. അത്യാവശ്യം കാലാവസ്ഥയൊക്കെ നോർമലാകുന്ന ഒരു ഘട്ടത്തിൽ ബിജുവിനായി ഇത്തരത്തിലുള്ള ഒരു ഫണ്ട് കളക്ഷൻ നടത്താമെന്നുള്ളത് അവർ അന്നേ തന്നെ സൂചിപ്പിച്ചിരുന്നു. കോതമംഗലത്ത് നടന്ന ചടങ്ങിൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു. ഡെയ്സി ജോയി, ജോഷി പൊട്ടക്കൽ, ജെയിംസ് കൊറമ്പേൽ, ജോജി എടാട്ടേൽ, CB നവാസ്, സാമുവൽ എന്നിവരും ഐഷാസ് ഗ്രൂപ്പ് ഉടമകളായ തോപ്പിക്കുടി ഷാജി, ഷംസുദ്ദീൻ എന്നിവരും പങ്കെടുത്തു. ഐഷാസ് ഗ്രൂപ്പിലെ 10 ബസ്സുകളുടെയും ചൊവ്വാഴ്ചത്തെ വരുമാനം ബിജുവിന്റെ കുടുംബത്തിന് കൈമാറും. GTV ന്യൂസ്, കോതമംഗലം.